ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെയും അത്യാധുനിക റഡാർ സാങ്കേതിക വിദ്യകളെയും ഒരേ സമയം പരാജയപ്പെടുത്തിക്കൊണ്ട് ഇറാൻ നടത്തിയ ഈ കടന്നുകയറ്റം ആഗോളതലത്തിൽ സൈനിക നിരീക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന അമേരിക്കയ്ക്ക് സ്വന്തം സുരക്ഷിത താവളത്തിന് നേരെ ഉണ്ടായ ഈ ആക്രമണം വലിയൊരു നയതന്ത്ര സൈനിക പ്രഹരമാണ് നൽകിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇത്രയേറെ കൃത്യതയോടെയും നേരിട്ടും ആക്രമിക്കപ്പെടുന്നത് വിരളമാണ്. 1950കളിലെ കൊറിയൻ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഒരു ശത്രു രാജ്യത്തിന് ഫിക്സഡ് വിംഗ് യുദ്ധവിമാനം അമേരിക്കയുടെ സുരക്ഷാ വലയത്തിൽ ഭേദിച്ച് ഇത്രയേറെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിന്റെ നട്ടലായി അറിയപ്പെടുന്ന കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിങ്ങിന് നേരെയാണ് ഈ കടന്നാക്രമണം ഉണ്ടായതെന്നത് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഈ ദൗത്യം വിജയകരമാക്കാൻ ഇറാൻ ഉപയോഗിച്ചത് ഭൂമിശാസ്ത്രപരമായ ഒരു ഭൗതിക പരിമിതിയാണ്. റഡാർ ഹൊറൈസൺ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഭൂമിയുടെ വളവ് കാരണം വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വസ്തുക്കളെ ദൂരത്തു നിന്നും കണ്ടെത്താൻ റഡാറുകളെ അനുവദിക്കില്ല. ഇറാനിയൻ പോർവിമാനം സമുദ്രനിരപ്പിനോട് ചേർന്ന് അതിവേഗത്തിൽ പറന്നതിലൂടെ അമേരിക്കയുടെ അത്യാധുനിക പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും റഡാറുകൾക്കും ആ വിമാനത്തെ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹൈടെക് ആയുധങ്ങളെക്കാൾ കൃത്യമായ ആസൂത്രണവും ഭൂമിശാസ്ത്രപരമായ അറിവുമാണ് ഇവിടെ വിജയിച്ചത്. ഈ ദൗത്യത്തിനായി ഇറാൻ ഉപയോഗിച്ച ഹെസ കൗസർ എന്ന യുദ്ധവിമാനം ആധുനിക സൈനിക സാങ്കേതിക വിദ്യയിലെ ഇറാന്റെ വളർച്ചയുടെ അടയാളമാണ്. പഴയ അമേരിക്കൻ നിർത്രോപ്പ് F-5 പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്തെങ്കിലും ഇതിലെ അത്യാധുനിക സംവിധാനങ്ങൾ പൂർണ്ണമായും ഇറാന്റെ തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിതമാണ്. ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് തുല്യമായ സജ്ജീകരണങ്ങൾ, കൃത്യമായ ലക്ഷ്യങ്ങളിൽ പ്രഹരിക്കാൻ ശേഷിയുള്ള ആയുധ നിർമ്മാണ സംവിധാനം, വിദേശ സാങ്കേതികവിദ്യയെ ആശ്രയിക്കാതെ തന്നെ ശത്രുക്കളെ കണ്ടെത്താനും മറികടക്കാനുമുള്ള ശേഷി. ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ എങ്ങനെ ഇത്രയേറെ സൈനിക വളർച്ച കൈവരിച്ചു എന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ പുനർചിന്തയ്ക്കും പ്രേരിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം ഈ ആക്രമണത്തോട് കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നുവോ എന്ന ഭയം ശക്തമാണ്. ലോകത്തെ പ്രധാന എണ്ണ ഗതാഗത പാതയായ ഇവിടെ ഉണ്ടാകുന്ന ഏത് ചെറിയ അസ്വസ്ഥതയും ആഗോള ഇന്ധന വിലയെ ബാധിക്കും. അമേരിക്കൻ താവളങ്ങൾ ഇനി സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് മേഖലയിലെ സൈനിക വിന്യാസത്തിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമാകും. മേഖലയിലെ സഖ്യകക്ഷികളായ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഇപ്പോൾ പുനർവിചിന്തനം നടത്തിയിരിക്കുകയാണ്. വൻകിട ശക്തികളെ ചെറിയ രാജ്യങ്ങൾ എങ്ങനെ നേരിടണം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ സംഭവം. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച പ്രതിരോധ കവചങ്ങളെ തുച്ഛമായ ചിലവിൽ നിർമ്മിച്ച തന്ത്രങ്ങൾ കൊണ്ട് മറികടക്കാമെന്നാണ് ഇറാൻ തെളിയിച്ചത്. ഡ്രോണുകൾ, താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന മിസൈലുകൾ, സ്മാർട്ട് പോർ വിമാനങ്ങൾ എന്നിവയുടെ സംയോജനം ഭാവിയിലെ യുദ്ധവിമാനങ്ങളെ സ്വഭാവം മാറ്റിവരിക്കും. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഭരണകൂടത്തിനെതിരെ ഈ പരാജയം ആയുധമാക്കപ്പെടാൻ സാധ്യതയുമുണ്ട്. ഇത്രയേറെ തുക പ്രതിരോധത്തിനായി ചെലവഴിച്ചിട്ടും ഒരു ശത്രുവിമാനം തങ്ങളുടെ താവളത്തിന് മുകളിൽ എത്തിയത് എങ്ങനെയാണെന്ന ചോദ്യവും ശക്തമാണ്. ഇത് ഭാവിയിലെ അമേരിക്കൻ വിദേശ നയങ്ങളെയും സൈനിക ഇടപെടലുകളെയും സ്വാധീനിക്കും. ക്യാമ്പ് ബ്യൂറിങ്ങിൽ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ രൂപം കൊള്ളുന്ന പുതിയ യുദ്ധതന്ത്രത്തിന്റെ വിളംബരമാണ്. ആധുനിക സാങ്കേതിക വിദ്യയെ അതിനെ പ്രയോഗിക്കുന്ന രീതിയാണ് വിജയത്തെ നിർണ്ണയിക്കുന്നതെന്ന് ഇത് വീണ്ടും തെളിയിക്കുന്നു. ലോക സൈനിക ശക്തികൾ തങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കേണ്ട സമയമാണിത്. ഇറാന്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിലും സൈനിക ചരിത്രത്തിലും ദീർഘകാലം ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല.